നമ്മൾ പറയാൻ പോകുന്നത് കംപ്ലീറ്റ് സെക്സിനെ പറ്റിയാണ്. അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം കേൾക്കുക. ചില ഭാര്യമാർക്കുള്ള ഒരു പരാതിയാണ്, ഭർത്താവിന് തന്നെക്കാൾ കൂടുതൽ തവണ സെക്സിൽ ഏർപ്പെടാനുള്ള ആഗ്രഹമുണ്ട്, അതേസമയം എനിക്ക് അതിനുള്ള മൂഡില്ല, അല്ലെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ എന്തിന് സെക്സിൽ ഏർപ്പെടും? എനിക്ക് എന്താണ് കിട്ടുക? എനിക്ക് ഓർഗാസം കിട്ടുന്നില്ല, എനിക്ക് രതിമൂർച്ച ലഭിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിൽ ഏർപ്പെടേണ്ടത്? യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്സിലൂടെ ഒരു സ്ത്രീ കിട്ടുന്നത് കേവലം രതിമൂർച്ച മാത്രമല്ല, നേരെ മറിച്ച് ആരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ സെക്സിലൂടെ ലഭിക്കുന്നുണ്ട്. എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡേവിഡ് ബസും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ സിൻഡി മെസ്റ്റണും ഇക്കാര്യം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സെക്സിലൂടെ സ്ത്രീകൾക്ക് കിട്ടുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ വിശദീകരിച്ച ചില പഠനങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കാം. കോണ്ടം ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ, ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളും കോണ്ടം സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്ത്രീകളെയും വെച്ച് നോക്കുമ്പോൾ വിഷാദ രോഗത്തിന്റെ അഥവാ ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് കോണ്ടം ഉപയോഗിച്ചുകൊണ്ട് സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളാണ്. അതേസമയം കോണ്ടം ഉപയോഗിക്കാത്ത സ്ത്രീകൾ, അവർക്ക് വിഷാദ ലക്ഷണങ്ങൾ വളരെ കുറവായിരുന്നുവെന്നും ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചു. എന്തായിരിക്കും ഇതിന് കാരണം? വിഷാദം അഥവാ ഡിപ്രഷൻ കുറക്കുന്ന ചില ഘടകങ്ങൾ പുരുഷ ബീജത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഭർത്താവിന്റെ ബീജത്തിൽ ടെസ്റ്റോസ്ട്രോൺ, ഈസ്ട്രജൻ, ഫോളിക്കൽ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ FSH, ലൂട്ടിനൈസിംഗ് ഹോർമോൺ LH, പ്രോലാക്റ്റിൻ, നിരവധി തരത്തിലുള്ള പ്രോസ്റ്റാഗ്ലാൻഡിനുകൾ എന്നിവയുൾപ്പെടെയുള്ള ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട്. സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഭർത്താവിന്റെ ബീജത്തിലൂടെ ഇത്തരം ഹോർമോണുകൾ സ്ത്രീയുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. സെക്സിൽ ഏർപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്ത്രീകളുടെ രക്തം പരിശോധിച്ചപ്പോൾ ഇത്തരം ഹോർമോണുകൾ പ്രവേശിച്ചതായി സയന്റിസ്റ്റുകൾ കണ്ടെത്തി. ഈ ഹോർമോണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഭാര്യയുടെ മൂഡിനെ, മാനസിക ഉന്മേഷത്തെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഭർത്താവിന്റെ സീമനിൽ അടങ്ങിയ ഈസ്ട്രജനും പ്രോസ്റ്റാഗ്ലാൻഡിനുകളും മനസ്സമാധാനം ഉയർത്താൻ മൂഡ് എലവേറ്റേഴ്സ് ആയി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വിഷാദരോഗമുള്ള സ്ത്രീകളിൽ ഇവ രണ്ടിന്റെയും നില സാധാരണയേക്കാൾ കുറഞ്ഞതായിരുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തി. അപ്പോൾ സ്ഥിരമായി ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഡിപ്രഷന്റെ സാധ്യത കുറയുകയും ഭർത്താവിന്റെ സീമനിലൂടെ വരുന്ന ഹോർമോണുകൾ വഴി അവരുടെ മൂഡ്, അവരുടെ മാനസികോല്ലാസം അധികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ സെക്സിൽ ഏർപ്പെടാതെ ഇരിക്കുമ്പോൾ ഡ്രഗ് വിത്ഡ്രോവലുമായി ബന്ധപ്പെട്ട അതിനോട് സമാനമായ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതും ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. എന്ന് വെച്ചാൽ, ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾ അത് വേണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെ മാനസിക അസ്വസ്ഥതകൾ അയാൾ അനുഭവിക്കുന്നു, അതുപോലെ സെക്സിൽ ഏർപ്പെട്ടില്ലെങ്കിൽ എന്തോ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നത് പോലെ ഭർത്താവുമായി സെക്സിൽ ഏർപ്പെടാത്ത സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അപ്പോൾ സെക്സിലൂടെ മനോനില മെച്ചപ്പെടുന്ന സ്വഭാവം, ഇത് സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിലൂടെ രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം കിട്ടിയാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഭർത്താവിന് ഓർഗാസം കിട്ടി, എനിക്കെന്ത് കിട്ടി, എനിക്ക് ഓർഗാസം കിട്ടിയില്ലല്ലോ എന്ന് തോന്നുന്ന സ്ത്രീകളിൽ പോലും സെക്സിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ഈ മൂഡ് എലവേറ്റേഴ്സ്, മൂഡ് നന്നാവുക എന്നുള്ള അനുഭവം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫിസിയോളജിസ്റ്റായ റോയ് ലെവിൻ വിശദീകരിക്കുന്നത്. സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ലാത്ത അവസ്ഥ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ടെസ്റ്റോസ്ട്രോണിന്റെ ലെവൽ കുറയുമ്പോഴാണ്. ഭർത്താവുമായും സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ചർമ്മത്തിലൂടെ കടക്കുന്ന, അല്ലെങ്കിൽ വെജൈനൽ വോൾസിലൂടെ, യോനി ചർമ്മത്തിലൂടെ കടക്കുന്ന ടെസ്റ്റോസ്ട്രോൺ കൂടുതൽ വേഗത്തിൽ രക്തത്തിൽ പ്രവേശിക്കുന്നു. അവരുടെ ലൈംഗികാഭിലാഷം, ലിബിഡോ മെച്ചപ്പെടുന്നു എന്നുള്ളതാണ്. പുരുഷന് ലൈംഗികാഭിലാഷം, ലിബിഡോ ഉണ്ടാകുമ്പോഴാണ് അവൻ സെക്സിൽ ഏർപ്പെടുന്നതെങ്കിൽ സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിബിഡോ മെച്ചപ്പെടുന്നു, ലൈംഗികാഭിലാഷം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. 14,500-ലധികം അമേരിക്കക്കാരുടെ ഡാറ്റ വിശകലനം ചെയ്ത് പ്രസിദ്ധീകരിച്ച പുതിയ കണ്ടെത്തലിൽ സെക്സിൽ നിരന്തരം ഏർപ്പെടുന്ന ദമ്പതികൾ, അവർക്ക് ആനന്ദത്തിന്റെയോ ദമ്പതികളുടെ ബന്ധത്തിന്റെയോ ഗുണനിലവാരം മെച്ചപ്പെടുന്നു എന്ന് മാത്രമല്ല സംഭവിക്കുന്നത് എന്ന് അമേരിക്കൻ സർവകലാശാല തെളിയിച്ചു. നേരെ മറിച്ച് സെക്സിന്റെ ആവർത്തനം ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ കാണാം. ജേണൽ ഓഫ് സൈക്കോസെക്ഷൽ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ദേശീയ പ്രതിനിധാന പഠനത്തിൽ ഭർത്താവുമായി അപൂർവമായി മാത്രം സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് സ്ഥിരമായി ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളെക്കാൾ മരണസാധ്യത കൂടുതലാണ് എന്ന് കണ്ടെത്തി. വിഷാദരോഗമുള്ള സ്ത്രീകളിൽ ആഴ്ചയിൽ ഒരിക്കൽ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തവർക്ക് ആഴ്ചതോറും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 197% അധികം മരണസാധ്യതയുണ്ടെന്ന് തെളിയിക്കപ്പെട്ടു. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന ഒരു കാര്യമാണ് ലൈംഗിക ആവർത്തനത്തിന്റെ തോത്. അതായത് എപ്പോഴും ഭർത്താവുമായി ലൈംഗിക ബന്ധം എത്രത്തോളം നമ്മൾ കൂട്ടുന്നുവോ അത്രത്തോളം ആരോഗ്യം മെച്ചപ്പെടുന്നു. 2005 മുതൽ 2016 വരെയുള്ള കാലയളവിൽ നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സാമിനേഷൻ സർവേ എടുത്ത ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തി ആഴ്ചയിൽ ചുരുങ്ങിയത് 1-2 പ്രാവശ്യം സെക്സിൽ ഏർപ്പെടുന്നത് വിഷാദ രോഗത്തിനെതിരെയുള്ള ഏറ്റവും സംരക്ഷണം നൽകുന്ന ഒരു ഘടകമാണ് എന്ന് കണ്ടെത്തി. ഈ 1-2 തവണ എന്നുള്ളത് ആഴ്ചയിൽ അതിനേക്കാൾ കൂടുതലാക്കി കഴിഞ്ഞാൽ, കൂടുതൽ തവണ സെക്സിൽ ഏർപ്പെട്ടാൽ ഡിപ്രഷന് എതിരെയുള്ള ഈ പ്രയോജനം സ്ഥിരപ്പെടുത്താൻ സാധിക്കും എന്നും പഠനം സൂചിപ്പിക്കുന്നു. ആഴ്ചതോറും സെക്സിൽ ഏർപ്പെടുന്നവർക്ക് വിഷാദ രോഗത്തിനുള്ള സാധ്യത 24% കുറവാണ് എന്ന് പഠനം തെളിയിച്ചു. സെക്സ് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളുടെ സ്രവണം വർദ്ധിപ്പിക്കുന്നു. റിയാക്റ്റീവ് പ്രോട്ടീൻ പോലെയുള്ള അണുബാധ സൂചകങ്ങളെ കുറക്കുന്ന രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നു. സ്ഥിരമായി സെക്സിൽ ഏർപ്പെടുന്നത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും അതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. പ്രതിരോധശേഷി വർദ്ധിക്കുന്നു. പ്രോലാക്റ്റിൻ സ്രവണത്തിലൂടെ ഉറക്കത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ആരോഗ്യത്തിന് ഗുണകരമായ എല്ലാം സെക്സിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിക്കുന്നുവെന്ന് പഠനത്തിന്റെ പ്രധാന ഗവേഷകനായ ശ്രീകാന്ത ബാനർജി വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾക്ക് മൂടില്ലെങ്കിൽ പോലും നമ്മൾ ഏർപ്പെടുന്ന സെക്സ് അത് വെറുതെയല്ല, അത് ഏകപക്ഷീയമല്ല, അതിന് ദമ്പതികളിൽ രണ്ടുപേർക്കും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് ആരോഗ്യദായകമാണ് എന്ന് മാത്രമല്ല, ഊഷ്മളമായ ദാമ്പത്യ ജീവിതം വെച്ചു പുലർത്താനും നമ്മളെ സഹായിക്കും.